ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് +1 ക്ലാസ് തുടങ്ങാം. നെക്സ്റ്റ് പാഠം നോക്കിയേ. പത്ര കി ബെഞ്ചാണ്. അതിൻ്റെ അർത്ഥം കൽബെഞ്ച്. കൽബെഞ്ച് എന്ന് വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ ഒന്നാണത്. നമ്മുടെ സമൂഹത്തിൻ്റെ പ്രതീകങ്ങളാണ് പൊതുസ്ഥലങ്ങൾ. അതിനെക്കുറിച്ച് ചന്ദ്രകാന്ത് ദേവതാലെ എഴുതിയ പോയമാണ് നമ്മുടെ പാഠഭാഗമായ പത്ര കി ബെഞ്ച്. ചന്ദ്രകാന്ത് ദേവതാലെ, അതിൻ്റെ പേര് അറിയാമല്ലോ. അദ്ദേഹം എഴുതിയതാണ് കൽബെഞ്ചിനെ കുറിച്ച്. വായിക്കാൻ പോവാണ്, നോക്കുക. പത്ര കി ബെഞ്ച് ജിസ് പർ റോത്താ ഹുവാ ബെച്ച ബിസ്കുറ്റ് കുതിർത്തെ ചുപ്പ് ഹോ രഹാ ഹേ രോന കരയുക ബെച്ച കുട്ടി കുതിർന്ന കുറിക്കുക. ഇനി നോക്കി, പത്ര കി ബെഞ്ച് ജിസ് പർ റോത്താ ഹുവ. ഈ കൽബെഞ്ചിലെ എന്ത് ചെയ്യുന്നു? ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. ബിസ്ക്കറ്റ് കുതിർത്തെ ചുപ്പ് ഹോ രഹാ ഹേ. ബിസ്ക്കറ്റ് കഴിച്ച് കുട്ടി എന്ത് ചെയ്തു? ശാന്തനായി അവൻ്റെ കരച്ചിൽ അടക്കി. കരയുകയായിരുന്നു. അവൻ എന്ത് കൊടുത്തു? ബിസ്ക്കറ്റ് കൊടുത്തു. അത് കഴിച്ചവൻ ശാന്തനായി കരച്ചിൽ അടക്കി. അടുത്ത് നോക്കിയേ. ജിസ് പർ ഏക്ക് ധക്ക യുവക് അപ്പനെ കുജൽത്തെ ഹുയെ സ്വപ്നം കോ സഹല രഹാ ഹേ. സഹല എന്ന് വെച്ചാൽ തലോടുക, കുജൽന ചവിട്ടിമതിക്കുക, ധക്ക ക്ഷീണം. അപ്പം ജിസ് പർ ഏക്ക് ധക്ക യുവക്, അതായത് നമ്മുടെ കൽബെഞ്ചിലെ ഒരു ധക്കനായ ക്ഷീണിതനായ യുവാവേ. അപ്പനെ കുജൽത്തെ ഹുയെ സ്വപ്നം കോ, അവൻ്റെ സ്വപ്നങ്ങളെ എന്ത് ചെയ്തു? ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ സഹല രഹാഹയെ താലോലിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെ ഓർമ്മിച്ചു കൊണ്ട് ഇരിക്കുന്നു. ഈ പത്ര കി ബെഞ്ചിലെ ഒരു ക്ഷീണിതനായ യുവാവ് അദ്ദേഹത്തിൻ്റെ ചവിട്ടി മെതിക്കപ്പെട്ട സ്വപ്നങ്ങളെ താലോലിച്ചു കൊണ്ട് ഇരിക്കുന്നു, അല്ലെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നു. അടുത്ത് നോക്കിയേ. ജിസ് പർ ഹാത്തോം സെ ആംഖേ ഠാപ്പ് അരെ ഏക്ക് റിട്ടേർഡ് ബൂട്ട ഫർ ദ്വാപഹരി സെ സോ റഹാ ഹേ. ദ്വാപഹരി ഉച്ചാസന, ഉറങ്ങുക. ജിസ് പർ ഹാത്തോം സെ ആംഖ് ഠാപ്പ് ഏക്ക് റിട്ടേർഡ് ബൂട്ട ഫർ ദ്വാപഹരി സോ റഹാ ഹേ. അതായത് ഈ കൽബെഞ്ചിലെ ഒരു റിട്ടേർഡായ ബൂഢ ആത്മി, വൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ എന്ത് ചെയ്തു? മൂടി ഉച്ചയ്ക്ക് സോരഹാഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കൽബെഞ്ചിലെ വൃദ്ധനായിട്ടുള്ള റിട്ടയർഡായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ മൂടി ആ ബെഞ്ചിൽ കിടന്ന് എന്ത് ചെയ്യുന്നു? ഉച്ചയ്ക്ക് ഉറങ്ങിക്കൊണ്ട് ഇരിക്കുന്നു. ജിസ് പർ ബേ ദോനോം സിന്ദഗി കെ സ്വപ്നവും ബുൻ രഹേഹായി. സിന്ദഗി ജീവിതം, ബുനിന തുന്നുക, നെയ്യുക എന്നൊക്കെയാണ്. അപ്പം ജിസ് പർ ഇതിൽ, വേ ദോനോം അവർ രണ്ടുപേരും, ആരൊക്കെയാണ്? റിട്ടയർഡ് ആത്മയും ആ യുവാവും. അവർ രണ്ടുപേരും എന്താണെന്നൊക്കെ സിന്ദഗി കെ സ്വപ്നയും, അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ നെയ്തിരിക്കുന്നു, അല്ല നെയ്തുകൊണ്ടിരിക്കുന്നു. ജീവിതമാകുന്ന അവരുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതമാ സിന്ദഗി, അതിൻ്റെ സ്വപ്നങ്ങൾ എന്ത് ചെയ്തു? നെയ്തുകൊണ്ടിരിക്കുന്നു ഇവർ രണ്ടുപേരും. അടുത്ത നോക്കിയേ. പത്തർ കി ബെഞ്ച് ജിസ് പർ അങ്കിത് ഹേ ആൻസു ഥക്കാൻ വിശ്രാം ഓർ പ്രേമ കി സ്മൃതിയാം. ക്വസ്റ്റ്യൻ ആൻസർ അത് ചോദിക്കാവുന്നേ. ഈ പത്ര കി ബെഞ്ചിൽ, അതായത് ഇതിൽ കൽബെഞ്ചിലെ അങ്കിത് ഹോന അടയാളപ്പെടുത്തുക, രേഖപ്പെടുത്തുക എന്നൊക്കെയാണ്. എന്നൊക്കെ ഈ പത്ര കി ബെഞ്ചിലെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയാണെന്നൊക്കെ? ആൻസു കണ്ണുനീര്, ഥക്കാൻ ക്ഷീണം, വിശ്രമം, ആരെ പ്രേമ കി സ്മൃതിയാം എന്നുവെച്ചാൽ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ. ഈ കൽബെഞ്ചിൽ എന്തൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? കണ്ണുനീര്, ക്ഷീണം, വിശ്രമം, പിന്നെ സ്നേഹത്തിൻ്റെ സ്മൃതികൾ, ഓർമ്മകൾ എന്നിവ. അടുത്ത നോക്കിയേ. इसे पत्र की बेंच के लिए भी शुरू हो सकता है किसी दिन हत्याओं का सिलसिला. इसे उगाड़ कर ले जाया अथवा तोड़ा भी जा सकता है. पता नहीं सबसे पहले कौन आसीन हुआ होगा इसे पत्र की बेंच पर. इसे पत्र की बेंच के लिए, ഈ കൽബെഞ്ചിന് വേണ്ടിയും എന്നൊക്കെ ഇസ് പത്ര കി ബെഞ്ച് കെ ലിയെ ഫി എന്നുവെച്ചാൽ ഈ കൽബെഞ്ചിന് വേണ്ടിയും ശുരു ഹോ സക്താ ഹേ ആരംഭിക്കും. കിസി ദിൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം, ഹത്യാവും കാ സിൽസില കൊലപാതക പരമ്പര. അപ്പം ഈ കൽബെഞ്ചിന് വേണ്ടിയും ഏതെങ്കിലും ഒരു ദിവസം ആരംഭിക്കും എന്ന്, കൊലപാതക പരമ്പര. ഇസെ ഉഗാഡ് കർലേ ജായ്, ഇതിനെ ഉഗാഡിന പിഴുത് എറിയുക. ഈ കൽബെഞ്ചിനെ എന്ത് ചെയ്തേക്കാം? ഉഗാഡ് കർലേ ജായ് പിഴുതെറിഞ്ഞേക്കാം. അല്ലെങ്കിൽ തോടാഫി ജാ സക്താ ഹേ, തോടിന തകർക്കുക, നശിപ്പിക്കുക എന്നൊക്കെയാണ്. അല്ലെങ്കിൽ അത് തകർക്കപ്പെടുകയും ചെയ്തേക്കാം. ഓക്കെ. ഒന്നുകിൽ ഈ കൽബെഞ്ചിനെ
പിഴുത് എറിഞ്ഞേക്കാം, അല്ലെങ്കിൽ തകർക്കപ്പെടുകയും ചെയ്തേക്കാം. പതാ നഹീ, അറിയില്ല. സബ്സെ പഹലെ കോൻ ആസിൻ ഹുവാ ഹോഗ, അറിയില്ല ആരാണ് ആദ്യം ഇതിൽ ആസിൻഹനായി ഇരിക്കുകയും ചെയ്തത്. അതായത് ഈ പത്തർ കി ബെഞ്ചിലെ കൽബെഞ്ചിലെ ആരാണ് ആദ്യമായി ഇരുന്നത് എന്ന് അറിയില്ല. അന്ന് ആര് പറഞ്ഞു? നമ്മുടെ ചന്ദ്രകാന്ത് ദേവദാലെ ഇസെ പത്ര കി ബെഞ്ച് പർ. കണ്ടോ, ആസിൻ ഹുവാ ഹോഗ ഇസ് പത്ര കി ബെഞ്ച് പർ. അതായത് അറിയില്ല ഈ പത്ര കി ബെഞ്ചിലെ കോൻ ആരാണ് ആദ്യമായി ഇരുന്നത് എന്ന് അറിയില്ല എന്ന് ഇത്രയും എഴുതി നമ്മുടെ കൽബെഞ്ചിനെ കുറിച്ച്, ആരാണ് പൊതുസ്ഥലമായതിനെക്കുറിച്ച് ചന്ദ്രകാന്ത് ദേവദാലിയുടെ മനോഹരമായ ചെറിയൊരു പോയമായിരുന്നു ഇത്. നല്ലതുപോലെ വായിച്ച് പഠിച്ചു വയ്ക്കുക. സെക്കൻഡ് ടൈമിലെ സമ്മറി എഴുതാൻ ചോദിക്കുന്ന പാഠഭാഗം ഇത് തന്നെയായിരിക്കും പോയത്തിൻ്റെ. അതുകൊണ്ട് വായിച്ച് പഠിച്ചു വയ്ക്കണം. അടുത്ത ക്ലാസ്സിലെ അതിൻ്റെ സമ്മറിയും ബാക്കി കാര്യങ്ങളും തരും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം.